ഹലോ എവരിവൺ, കോഡ് മന്ത്രയുടെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആണ്. ലോ ലെവൽ, ഹൈ ലെവൽ, കമ്പൈൽഡ്, ഇന്റർപ്രറ്റഡ്, പ്രൊസീജിയറൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, സ്ക്രിപ്റ്റിംഗ്, സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ ഈ രണ്ട് ടൈപ്സിനെ കുറിച്ചാണ്, അതായത് ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ. സോ ഇതിലെ ആദ്യത്തെ ടൈപ്പായ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മെഷീൻ കോഡ് അഥവാ ബൈനറി കോഡിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിന് മേലെ ഫുൾ കൺട്രോൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഹൈ ലെവൽ ലാംഗ്വേജസിനേക്കാളും പെർഫോമൻസും ലോ ലെവൽ ലാംഗ്വേജസിനായിരിക്കും. പക്ഷേ ഇത് മെഷീൻ കോഡിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇവയുടെ ഒരു ഹൈറാർക്കി എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ താഴെയുള്ള റെപ്രസെൻറ്റേഷൻ നോക്കുക. ഏറ്റവും താഴെയാണ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടേഴ്സിലും മറ്റു ഡിവൈസസിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബേസ് ലെവലാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് മുകളിൽ വരുന്നതാണ് മെഷീൻ ലാംഗ്വേജ്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മെഷീൻ ലാംഗ്വേജസിൽ സീറോസ് ആൻഡ് വൺസ് മാത്രമായിരിക്കും. അതാണ് മെഷീനിന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷ. അതിന് മുകളിലാണ് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹ്യൂമൻ റീഡബിൾ ആണ് അസംബ്ലി ലാംഗ്വേജസ്. നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി ന്യൂമോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ന്യൂമോണിക്സ്? ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ ബൈനറിയിലെ സീറോസ് ആൻഡ് വൺസിന് പകരം ചില റീഡബിൾ ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് മെഷീൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ആഡ് എന്ന ന്യൂമോണിക് രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജസ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും പോലെയല്ല. ഇത് വളരെ സിമ്പിളും ഹ്യൂമൻ റീഡബിളുമാണ്. ഹാർഡ്വെയറിൽ നിന്നും ഒരുപാട് അബ്സ്ട്രാക്ട് ചെയ്തിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജസ്. അതുകൊണ്ട് ഹാർഡ്വെയർ ലെവലിലുള്ള ഓപ്പറേഷൻസുമായി നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യേണ്ടി വരില്ല. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഉദാഹരണത്തിന് ജാവ, പൈത്തൺ, C++, ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. താഴെയുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ലോ ലെവൽ ലാംഗ്വേജസിൽ കണ്ട പോലെ തന്നെ ഹാർഡ്വെയർസ് ഏറ്റവും താഴെയും അതിനു മുകളിൽ മെഷീൻ ലാംഗ്വേജും അതിനു മുകളിൽ അസംബ്ലി ലാംഗ്വേജസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുകളിലെ ഒരു ലെവലാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ നമുക്കിതിനെ വളരെ ഈസിയും യൂസർ ഫ്രണ്ട്ലിയുമാക്കി തരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ എന്താണ് കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് എന്ന് നമുക്ക് പഠിക്കാം. സോ ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.